ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴത്തുട കൊണ്ടുള്ള തോരൻ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കഷ്ണം വാഴത്തുട എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. വട്ടത്തിൽ അരിയുന്നത് അതിൽ വലയുണ്ട്, അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മളിതിനെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നത്. പണ്ടുള്ള അമ്മമാർ അരിയുമ്പോൾ തന്നെ വിരലിൽ ചുറ്റിയെടുക്കും വല. ഇപ്പം നമുക്ക് അരിഞ്ഞതിന് ശേഷം അതിൻ്റെ വലയെല്ലാം ഒന്ന് ചുറ്റിയെടുക്കണം. ഇനി നമുക്കതിൻ്റെ വലയെല്ലാം ഒന്ന് മാറ്റണം. പണ്ടുള്ള അമ്മമാർ ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം അടുക്കി വെച്ച് അതിനെ കൊത്തി അരിഞ്ഞെടുക്കും. ഞാനിപ്പോൾ ചോപ്പറിലിട്ടാണ് ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ വലയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. കൊത്തി അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും, പക്ഷേ കുറച്ച് സമയം എടുക്കും. ഇപ്പം എന്താ, ഞാൻ ഇതെല്ലാം കൊത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് കഴുകി ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോകട്ടെ. ഇപ്പം എന്താ, ഞാൻ എല്ലാം അരിപ്പയിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് കിട്ടട്ടെ. ഇനി ഇതിലേക്ക് 1-2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴത്തട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഇനി ഇതിനുള്ള കൂട്ട് റെഡിയാക്കാം. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ വാഴത്തട വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വയ്ക്കാം. വാഴത്തട വെന്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കൂട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്കതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനൊരു കമ്പി വെച്ചാണ് ഇളക്കുന്നത്. കമ്പി ഇല്ലാത്തവർക്ക് നമ്മുടെ ഓലയുടെ ഈർക്കിലുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ചുറ്റിയെടുക്കാം. ഇതിൽ ബാക്കിയുള്ള വലയും കൂടി അതിലോട്ട് ചുറ്റി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. തവി വെച്ച് ഇളക്കിക്കഴിഞ്ഞാൽ വല വരില്ല. ഇനി നമുക്കതൊരു തവി വെച്ച് ബാക്കിയൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ഒതുക്കി വയ്ക്കാം. ബാക്കിയുള്ള അതിലുള്ള വെള്ളവും കൂടി ഒന്ന് വറ്റി കിട്ടട്ടെ. ഈ സമയം നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം അങ്ങനെ ഒന്നിരിക്കട്ടെ. എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്